അപ്പോൾ ഇന്ന് നമ്മൾ ലിവിങ് വേൾഡിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്, വാട്ട് ഈസ് ലിവിങ് എന്നായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളിന്ന് നെക്സ്റ്റ് ടോപ്പിക്കിൽ പോവാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി, അതായത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അപ്പോൾ എന്താണ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യം. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ മനുഷ്യർ മാത്രമാണോ ഇവിടെ ഉള്ളത്? അല്ല, ആനിമൽസ് ഉണ്ട്, കുറേ ആനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ അനേകം ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ ബാക്ടീരിയ, വൈറസ്, ഇനി നമുക്ക് നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമില്ലേ. അങ്ങനെയുള്ള ഒരു വൈവിധ്യം, അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ് ആക്ച്വലി എന്ത് ചെയ്യണത്, നമ്മുടെ ഈ ഭൂമി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നാച്ചുറൽ ഡൈവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് നാച്ചുറൽ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത് ഈസ് ജനറലി കോൾഡ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി, അതായത് ജൈവ വൈവിധ്യം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അറിഞ്ഞിരിക്കാം. അപ്പം നമ്മളോട് ചോദിക്കുക ചിലപ്പോൾ എന്തായിരിക്കും, വാട്ട് ഈസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി എന്നായിരിക്കും. അപ്പോൾ നാച്ചുറൽ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഓൺ എർത്ത് is generally termed as biological diversity or biodiversity. All living organisms which live on earth together make up the natural diversity. അതായത് ഈ നാച്ചുറൽ ഡൈവേഴ്സിറ്റി എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്, ഈ ഭൂമിയിലുള്ള വളരെ വ്യത്യസ്തമായ ഓർഗാനിസംസ് ആണ് ഈ ഒരു വൈവിധ്യത്തിന് കാരണമാക്കിയിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ടെക്സ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ അതിൽ എത്ര എസ്റ്റിമേറ്റ് പറയുന്നത്, എത്ര നമ്പർ ഓഫ് സ്പീഷീസ് നമ്മുടെ ഓർഗാനിസത്തിലുണ്ട് എന്നുള്ളത്, നമ്മുടെ എർത്തിലുണ്ട് എന്നുള്ളത് 1.7 to 1.8 മില്യൺ സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ടെക്സ്റ്റിലൊരു കണക്ക് പറയുകയാണ്. ഇപ്പോൾ കീമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈവൻ അതുവരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെ, ഇപ്പം നീറ്റാണല്ലോ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്ത് പഠിക്കേണ്ടി വരും. ജസ്റ്റ് ആ ഒരു കണക്ക് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. എന്താ, വാട്ട് ഈസ് നോമൻക്ലേച്ചർ? അതായത് മലയാളത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പേരിടുക, അതായത് നാമകരണം ചെയ്യൽ, അതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് പറയാം. ഇപ്പോൾ നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ എന്താ, അതായത് നമുക്ക് ലോക്കൽ നെയിംസും ഉണ്ട്, സയൻറ്റിഫിക് നെയിംസും ഉണ്ട്. ലോക്കൽ നെയിംസ് എന്നുള്ളതിൻ്റെ അതിനൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജീവി തന്നെ ആയിരിക്കും, പക്ഷെ ഒരു ജീവി ഈ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള വേർഡ്സ് ആയിരിക്കില്ല വേറൊരു ലൊക്കാലിറ്റിയിൽ അതിനെ യൂസ് ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ രണ്ടാളും പറയുന്നത് ചിലപ്പോൾ സെയിം എന്താ പറയുക ജീവിയെ തന്നെയായിരിക്കും, പക്ഷെ അതിനെന്തുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് സയൻറ്റിഫിക് നെയിം. സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് ഒന്നിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും 2 ഓർഗനൈസേഷൻസ് ആണുള്ളത്. അതായത് ഒന്ന് ICZN എന്ന് പറഞ്ഞൊരു, പിന്നെ ICBN എന്നുള്ളതും. അതായത് ICBN എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. ICBN മീൻസ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. പിന്നെ ICZN ഉണ്ട്, അതാണ് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ICZN ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അത് ആനിമൽസിനെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അതായത് നമുക്കൊന്നും, അതായത് ഒന്ന് പേരിടാൻ വല്ല സൊസൈറ്റി പോലെ ഒരു സംഘടന പോലെ ഉണ്ടാവണമല്ലോ, അപ്പോൾ അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യണ ആൾക്കാർ. അപ്പോൾ നമ്മൾ നോമൻക്ലേച്ചർ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ചില സയൻറ്റിഫിക് നെയിംസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. മാക്സിംഫെറ ഇൻഡിക്ക, അത് മാവിനെ നമ്മൾ പറയണതാണ്. പിന്നെ ഹോമോസാപ്പിയൻസ്, അത് മനുഷ്യരുടെ സയൻറ്റിഫിക് നെയിമാണ്. അപ്പോൾ നമ്മളത് എഴുതണേലും എങ്ങനെ എഴുതണം, അതിൻ്റെ സ്പെല്ലിങ്, എവിടെയൊക്കെ ക്യാപിറ്റൽ ലെറ്റർ, എവിടെയൊക്കെ സ്മോൾ ലെറ്റർ വേണം എന്നുള്ളതിനൊക്കെ ചില റൂൾസ് ഉണ്ട്. ഇനി ആ റൂൾസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് റൂള് അത് ലാറ്റിൻ ലാംഗ്വേജിലായിരിക്കണം. ലാറ്റിൻ, അതായത് പിന്നെ അതേപോലെ അത് ഇറ്റാലിക്സിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുമ്പോൾ അങ്ങനെയുള്ള സയൻറ്റിഫിക് നെയിംസൊക്കെ ഇറ്റാലിക്സിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പം നമ്മളിപ്പോൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇറ്റാലിക്സിൽ എഴുതണ്ട, നമ്മൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ് ഹോമോസാപ്പിയൻസ്. അതായത് നമ്മുടെ മനുഷ്യരുടെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻസ്.
അതിൽ നമ്മൾ എഴുതുമ്പോൾ ഹോമോ സ്റ്റാൻഡ്സ് ഫോർ ജീനസ് ആണ്. സാപ്പിയൻസ് പറഞ്ഞാൽ സ്പീഷീസ് ആണ്. ഇപ്പോൾ ഹോമോ 2 വേർഡായിട്ട് നമ്മൾ എഴുതാം. ഓരോ സയൻറ്റിഫിക് നെയിമിലും 2 വേർഡ്സാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് വേർഡാണല്ലോ. അപ്പോൾ ഹോമോസാപ്പിയൻസ് നമ്മൾ പറഞ്ഞപ്പോൾ ഫസ്റ്റ് വേർഡ് ഹോമോ ആണ്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അതായത് H ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. HOMO ആണല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് H ക്യാപിറ്റലും അത് ജീനസ് ആണ്. ജീനസ് എപ്പിത്തറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഉള്ളത് സാപ്പിയൻസ് ആണ്. സാപ്പിയൻസിൻ്റെ S സ്മോൾ ലെറ്റർ ആയിരിക്കണം. അതായത് സ്പീഷീസ് തുടങ്ങുന്നത് സ്മോൾ ലെറ്ററിലും ജീനസ് തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും ആയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് 2 വേർഡ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡ്സ് ഫോർ ജീനസ്, സെക്കൻഡ് സ്റ്റാൻഡ്സ് ഫോർ സ്പീഷീസ്. അതിൽ ഫസ്റ്റ് നമ്മൾ ജീനസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം, സ്പീഷീസ് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ തുടങ്ങണം. നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്യണം. ഇറ്റാലിക്സിൽ എഴുതാൻ നമുക്ക് പറ്റില്ല. പൊതുവേ നമ്മൾ ബുക്കിലൊക്കെ നോക്കുമ്പോൾ ഇറ്റാലിക്സിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ചിലതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മാഗ്നിഫറ ഇൻഡിക്ക ലിന്ന് കാണാൻ പറ്റും. അതായത് LINN അത് കാണിക്കുന്നത് അത് കണ്ടുപിടിച്ച ആളെയാണ്. ലിനിയസ് ആണ്. അതാണ് ശാസ്ത്രജ്ഞൻ, ഇന്ന ശാസ്ത്രജ്ഞനാണ് അത് കണ്ടുപിടിച്ചത്. അതും അങ്ങനെയും കാണാറുണ്ട്. അപ്പം മാഗ്നിഫറ ഇൻഡിക്ക ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിനിയസ് ആണത് കണ്ടുപിടിച്ചത് എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ളൊരു രീതിനെ നമ്മൾ പറയാം ദ്വിനാമ പദ്ധതി, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്നാണ് പറയുക. അതായത് അതിൻ്റെ ഫാദറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കോളസ് ലിനേസ് എന്ന് പറഞ്ഞ ആളെയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കോളസ് ലിനേസ്. പിന്നെ അത് കോളസ് ലിനേസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഫാദറും കൂടിയാണ്. രണ്ടും ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കോളസ് ലിനേസ് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ ആലോചിക്കുക. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? It is a method of naming by which an organism is known by the scientific name. ഒരു ഓർഗാനിസത്തിനെ അതിൻ്റെ സയൻറ്റിഫിക് നെയിം വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. നമ്മളിപ്പോൾ സയൻറ്റിഫിക് നെയിം എങ്ങനെ ഇടും, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു ജീനസ്, സ്പീഷീസ്. ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ടാക്സോണമി കാറ്റഗറീസ്, ഹയറാർക്കീസ് ഒക്കെ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്താണ് ജീനസ്, എന്താണ് സ്പീഷീസ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ വേറെ കുറച്ച്, അതായത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഫാദർ ഓഫ് ബയോളജി. അത് അരിസ്റ്റോട്ടിൽ ആണ്. അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് സുവോളജി. പിന്നെ ഫാദർ ഓഫ് ബോട്ടണി ഉണ്ട്. അത് തിയോഫ്രാസ്റ്റസ് എന്ന് പറഞ്ഞൊരു ആളാണ്. പിന്നെ അതേപോലെ ബയോളജി പ്രപ്പോസ് ചെയ്തത് ലാമാർക്ക്. ആ വേർഡ് പ്രപ്പോസ് ചെയ്തത് ലാമാർക്ക് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ ഒരു 3 ആൾക്കാരെ പറ്റി ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഇത് ഫാദർ ഓഫ് സുവോളജി, ഫാദർ ഓഫ് ബോട്ടണി, ആൻഡ് ബയോളജി വാസ് പ്രപ്പോസ്ഡ് ബൈ ലാമാർക്ക്, ആൻഡ് ഫാദർ ഓഫ് ബയോളജി. താങ്ക് യു.